ഇതുമോനെ സ്കൂൾക്ക് പറഞ്ഞയച്ചതിന് ശേഷമുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡ് ഓളും കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് ഒരു രണ്ടാളും ഒരുമിച്ച് ഫുഡ് കഴിച്ച് പോയതുകൊണ്ട് മൂപ്പർക്ക് ടൗണിൽ എവിടെ പോകാനുണ്ടെന്നും പറഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് കിച്ചണിൽ എത്തിയതാണ്. ആ സമയം കണ്ട് 9:35 ഒരു പോകുന്നൊരു ടൈമാണ് കേട്ടോ. ഇതുമ്പോൾ പോകുന്ന ഒരു സമയമാണ്. നമുക്ക് 9:45 ഫസ്റ്റ് ബെല്ല്, സെക്കൻഡ് ബെല്ല് 9:50 കേട്ടോ. അപ്പോൾ ഇനി ഞാനിതാ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും പിന്നെ ഇതാ മമ്പയർ കറിയായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് വേണം ബാക്കി നമ്മുടെ കലാപരിപാടികളൊക്കെ. എല്ലാ വീട്ടമ്മമാരെ പോലെ തന്നെ നമുക്ക് കുട്ടികൾ കണ്ട് സ്കൂളിൽ പോയിട്ടാണ് നമ്മൾ ക്ലീനിങ് പരിപാടി കാര്യങ്ങളൊക്കെ തുടങ്ങുക. അതിന് മുമ്പ് നമുക്കൊരു ചായ, നല്ല അടിപൊളി ഒരു ചായ കുടിച്ചാലും ആ പണിയൊക്കെ ഒരു ഉഷാറുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അവൾ പോയിട്ടാണ് ഞാൻ വെള്ളം അങ്ങനെ കുടിച്ച് നടക്കാമെന്നല്ലാതെ ചായ കുടിക്കാറുള്ളത് അവൾ പോയിട്ടാണ്. അപ്പോൾ 1/2 ഗ്ലാസ് പാലും പിന്നെ ബാക്കി വെള്ളം കൂട്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചക്ഷൻ കുക്കർ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു ഷോർട്സിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ പ്യൂരിഫയർ അവിടെ വെച്ചതുകൊണ്ട് അവിടുന്ന് ഇപ്പം ഇതില്ല, ഫ്ലഗ് ഇല്ല. അപ്പോൾ അത് കണ്ട് ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു. തിളച്ച് നമുക്ക് ചായ കിട്ടും. ഇത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് കോൺസെൻട്രേഷൻ പണികളൊക്കെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ തലയ്ക്കൊന്ന് വെളിവാകും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാനും കുറച്ച് ചില്ലറ പണി ഓരോ ദിവസം കുറേശ്ശെ ചെയ്താലേ നമ്മൾ നടക്കുള്ളൂ. മൊത്തത്തിൽ എടുക്കുക എന്നുള്ളത് എനിക്ക് കൂടുന്നൊരു പരിപാടിയല്ല കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് ഈ ഒരു ടൈമിൽ ചായ കുടിച്ചിരിക്കുന്ന ടൈമിലാണ് നമ്മൾ ഫോൺ തോണ്ടലും റീൽസ് കാണലും അങ്ങനെയുള്ള പണികളൊക്കെ. ചിലപ്പോൾ അങ്ങനെ തോണ്ടി നേരെ കുറേ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉണ്ടാവുമ്പോഴാണ് എല്ലാം അങ്ങോട്ട് വൈകൽ. അപ്പം അങ്ങനെ പോവാതെ ഞാൻ ഇന്ന് കുറച്ച് വേഗം ചായ കുടിച്ച് എണീറ്റ് വിടും. കുടിക്കൽ കഴിഞ്ഞൊക്കെ ഇന്ന് ഫോണൊന്നും എടുത്തില്ല, ചായ ആസ്വദിച്ച് അങ്ങോട്ട് കുടിച്ചു. അതിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുത്തു. അപ്പോഴാണ് ആ ചായൻ്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് അങ്ങോട്ട് കിട്ടുക അല്ലേ. അപ്പോൾ അത് കഴിച്ചൊക്കെ ഞാൻ വേഗം എണീറ്റ് വന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയ പാത്രവും കാര്യങ്ങളൊക്കെ ഇതാ ജസ്റ്റ് ഒക്കെ ഒഴിച്ച് വെച്ചിട്ട് കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് എന്നാൽ പിന്നെ ഒക്കെ കൂടാണ്ട് കഴുകി വെച്ചാൽ ആ ഭാഗമൊക്കെ കണ്ട് വൃത്തിയാവുമല്ലോ എന്ന് കരുതി. പിന്നെ ചായ ഉണ്ടാക്കിയ പാത്രമാണ് നമുക്ക് കൂടുതൽ കഴുകാനുള്ള പണി കിട്ടുക. അപ്പോൾ ഇപ്പോൾ ആ ഒരു കഴുകുന്ന ഉരക്കുന്ന സംഭവം വാങ്ങിയതിന് ശേഷം കുറച്ചൊരു സമാധാനം. പെട്ടെന്ന് നമുക്ക് കമ്പിച്ചണ്ടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു പിന്നെ തന്നെ നന്നായിട്ട് കറ പോകുന്നുണ്ട്, ചായൻ്റെ കറയൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു 100 രൂപക്ക് 3 പീസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒന്ന് ഇതുവരെ എടുത്തിട്ട് എനിക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല. നല്ല അടിപൊളിയാണ്. ഇപ്പോഴും നന്നായിട്ട് സ്ക്രബ് പോലെ നല്ല ഉരച്ച ചളിയൊക്കെ നല്ല പോണ രീതിയിൽ തന്നെയാണ് കേട്ടോ. ഇത് വേഗം കുടിച്ച ചായയും പിന്നെ രാവിലത്തെ ചായപ്പടൻ്റെ പാത്രങ്ങളൊക്കെയാണിത്. അതൊക്കെ ക്ലീൻ ചെയ്തു. ഞാൻ ചോറിന് കൂടി വെള്ളം വെച്ചിട്ടാണ് പിന്നെ ക്ലീനിങ് പരിപാടിക്ക് പോകുന്നത്. ക്ലീനിങ് പരിപാടി പറഞ്ഞാൽ അങ്ങനെയല്ല, മാറാല തട്ട് അങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊന്ന് തട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ റൂമുകൾക്കൊന്നും പോകണമെന്നില്ലേ. റൂമുകളിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് തട്ടി കഴിഞ്ഞാൽ പിന്നെ ബെഡ്ഷീറ്റ് മാറ്റാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് 2 റൂമും കുറച്ച് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം. കുറച്ച് ഉറുമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എവിടുന്നാന്ന് അറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും വെക്കുമ്പോക്കിന് അതിലൊക്കെ ഉറുമ്പ് നോക്കുമ്പോൾ ഓരോ കാര്യങ്ങളിലൊക്കെ ഉറുമ്പിനെ കൂടുതൽ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ എവിടെയെങ്കിലും പിന്നെ ചുമരിൻ്റെ ജനവാതിലിൻ്റെ ഈ പൊട്ടിയ ഉള്ളിലോ എവിടെയെങ്കിലുമൊക്കെ കൂട്ടി ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ചായപ്പൊടി ഹിറ്റോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ജസ്റ്റ് മൊത്തത്തിൽ അടിച്ചിട്ട് റൂം പൂട്ടിയിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ ഈ ആ റൂമൊക്കെ പോകണ്ടെന്ന് എന്നോട് അങ്ങനെ പറഞ്ഞു ചെയ്തു. ഞാനും ഹെൽപ്പ് ചെയ്യാം, നമുക്ക് നോമ്പിനൊക്കെ നമ്മൾ ചെയ്യുന്ന ക്ലീനിങ്ങില്ല അതേപോലെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങോട്ട് റൂമൊക്കെ ഒന്നും പോവാതെ നമ്മുടേതായി ഫുഡ് കഴിക്കുന്ന ആ ഒരു ഭാഗം ജനവാദിൻ്റെ ഒരു അവിടെയൊക്കെ ചെറുതായിട്ട് മാറാലുണ്ടായിരുന്നു. പിന്നെ കാര്യമായിട്ട് മാറല്ല, വൈഫൈൻ്റെ ആ വയറിങ്ങനെ പോകണം തട്ട അവിടെ ഇങ്ങനെ കറക്റ്റ് നിൽക്കും. നമുക്കാണെങ്കിൽ അധികം തട്ടാനും കഴിയില്ല. തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കണക്ഷൻ വേറിടുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് മെല്ലെ അറിയാതെ ഒക്കെ തട്ടിയെടുക്കുകയാണ്. പിന്നെ അത് എത്തുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മാറാല തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കിച്ചണിൽ ചിലപ്പോൾ അധികം ഉണ്ടാവില്ലേ, കാരണം നമ്മളിപ്പോൾ നേരം അടുത്ത് പെയിൻ്റ് അടിച്ച് ക്ലീൻ ആക്കിയതുകൊണ്ട് തന്നെ വല്ലാണ്ട് അങ്ങനെ ഉണ്ടാവില്ല. എവിടെയെങ്കിലുമൊക്കെ മൂലക്കെല്ലാം ഉണ്ടാവുള്ളൂ കേട്ടോ. കിച്ചണിൽ പിന്നെ നമ്മളെപ്പോഴും പണികൾ ചെയ്യുന്നതുകൊണ്ട് അവിടെ എപ്പോഴും അടിച്ചു വാരുന്നതുകൊണ്ട് അടിച്ചു വാരുമ്പോഴൊക്കെ ചൂലൊന്ന് ജസ്റ്റ് മുകളിലേക്കൊക്കെ ഒന്നിങ്ങനെ പോകുമ്പോൾ അവിടെ അടുക്കള വല്ലാതെ അങ്ങോട്ട് മാറാല തട്ടാനോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്ത് ഇറങ്ങുന്ന ഭാഗത്തിൽ മാറാലും തട്ടി അങ്ങനെ മുറ്റത്തേക്കൊന്നും പോയിട്ടില്ല. ഇറങ്ങുന്ന ഭാഗമല്ലേ നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ച ആ ഭാഗത്തെ മാറാലും കാര്യങ്ങളൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ
അതൊക്കെ തട്ടി വന്നപ്പോൾ പിന്നെ അടിച്ച് വരുന്നതിന് മുന്നേ വെള്ളം ചൂടായി കണ്ടപ്പോൾ ഞാൻ വേഗം അരി ഇട്ടേ. ഞാൻ 900 വെച്ചിട്ടുണ്ടായിരുന്നു. 1800 വരെ അതിൻ്റെ ഒരു ഡിഗ്രി ഉണ്ട് കേട്ടോ ഈ വെള്ളം തിളക്കാനുള്ള. 1800 1500 വെച്ചാൽ പെട്ടെന്ന് വെള്ളം തിളക്കുവേ. അപ്പോൾ ഞാൻ 900 വെച്ച് പോയത്. നോർമൽ പിന്നെ ചൂട് അതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അധികം ചൂടാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മറയിലൊക്കെ തട്ടി വന്നപ്പോൾ തിളച്ച് മറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ചൂടായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അരി കഴുകി ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നുണ്ട്. നീ നമ്മൾ അടി പിടിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ വേഗം മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ചു വാരുകയാണ്. അടിച്ചു വാരുന്നതിൽ ഈ തുടക്കാനും എനിക്കിഷ്ടമില്ലാത്തൊരു ഭാഗം ഈ ഒരു ഭാഗമാണ് കേട്ടോ. അതിങ്ങനെ കസാല അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. പിന്നെ കസാലക്കാണെങ്കിൽ ഭയങ്കര കനമാണ്. അങ്ങനെ മക്കളിങ്ങനെ നീക്കി കളിച്ച് കൊണ്ടെടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെയിറ്റിൽ ഉണ്ടാക്കിയൊരു കസാല തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലോ പിന്നെ ഐറോ വരികയാണെങ്കിലൊക്കെ ഇതുമൂന്ന് കാര്യമായിട്ട് അറിയാമല്ലോ, ചിത്രം വരക്കലും പേപ്പർ കീറലും ഇങ്ങനെയുള്ള കലാപരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ മേശയുടെ അടിയിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും കേട്ടോ. പിന്നെ അത് അവിടെ അടിച്ച് വാരി പിന്നെ അത് ഇതുമുൻ്റെ റൂമാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ടെന്ന് അവിടെ അടിച്ചൊന്ന് ജസ്റ്റ് വാരിയിട്ട് പിന്നെ മാറൽ തട്ടിപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഒന്ന് ഈ ഒരു ഉൾവശത്തേക്ക് കസാല അങ്ങോട്ട് നീക്കിയിട്ട് ഉൾവശത്ത് കൂടെ ഇറക്കുമ്പോഴല്ലേ ആ ഒരു വൃത്തി അങ്ങോട്ട് കിട്ടുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ അടിച്ച് വാരി തുടക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കിച്ചണിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പിന്നെ വാരിയെടുത്തു. വേസ്റ്റൊക്കെ കിച്ചണിൽ നിന്ന് വാരിയെടുത്തു. കിച്ചൺ മൊത്തത്തിൽ അടിച്ചിരിയില്ല, ആ ഒരു കയറുന്ന ഭാഗം മാത്രം അടിച്ച് വാരിയിട്ടുള്ളൂ. പിന്നെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടി കൂടി കഴിഞ്ഞിട്ടാണ് ഇതിനെ കിച്ചൺ വൃത്തിയാക്കലും സംഭവങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എന്നാലും അടിച്ചു വാരലും തുടക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇതാ പള്ളിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് തുണികുപ്പായൊക്കെ മാറ്റി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ സ്ഥലവും വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. വേഗം ഉണങ്ങി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ചോറ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി നോക്കുന്നുണ്ടായിരുന്നു. എന്തായാലും തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം അത് ഊറ്റി വെക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലെ ഞാൻ അയലമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ടുണ്ടല്ലോ. ഇന്നലെ കൊണ്ടുവന്ന മീനായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിലേന്നേ രാവിലെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ പൊതിർന്ന് സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പം അത് അയലമീനായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാനും ഒക്കെ കഴിയണതുകൊണ്ട് ഞാൻ വേഗം ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അത് മീൻ കട്ട് ചെയ്തിട്ടില്ല. ഉള്ളി വാട്ടി അങ്ങനെ മീൻ കറികളൊക്കെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ മീൻ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും അതൊക്കെയാണ് ഒന്ന് അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഉണ്ട് വലിയ ഉള്ളി ഉണ്ട് ഒക്കെ കൂടെ മിക്സ് ആക്കിയിട്ട് ഇട്ടിക്കാണ് കേട്ടോ. അങ്ങനെ തക്കാളിയും കാര്യങ്ങളൊക്കെ ചെറിയതാക്കി അരിഞ്ഞും അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് പിന്നെ ഇതാ ഞാൻ ഈ ഒരു വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കും. പിന്നെ ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കും. ഫസ്റ്റ് മീൻ കറി വെക്കുമ്പോൾ ഞാൻ ആദ്യം ഉലുവ ഇതുപോലെ ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ അത് കരിയണതിന് മുന്നേ കടുക് ഇട്ടിട്ട് കടുക് പൊട്ടുമ്പോൾ നമ്മുടെ അരിഞ്ഞ് വെച്ച ഉള്ളി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ വേറെ ചതക്കാണ് പിന്നെ മിക്സിയിലിട്ട് ചതക്കി എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉള്ളി വാടാനായിട്ടാണ് ഇപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചതക്കിയത് ഇട്ട് കൊടുത്തു. പിന്നെ അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാടി ഒന്നതിൽ സെറ്റായി വന്നിട്ടാണ് പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആയിരുന്നേ. ഇനിയിപ്പോൾ നമുക്ക് പൊരിക്കാനുള്ളത് വേറെ പച്ചമുളക് നന്നായിട്ട് ചതുക്കി എടുക്കേണ്ടി വരും. ഇതിപ്പോൾ തൽക്കാലം മീൻ കറിക്ക് അങ്ങോട്ട് സെറ്റാക്കി. പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ തീ കുറച്ച് വെച്ചിട്ടാണ് പിന്നെ മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത്, കരിയണ്ടെന്ന് വിചാരിച്ചിട്ട്. അധികം സ്റ്റീൽ പാത്രം കൂടി ആകുമ്പോൾ പെട്ടെന്ന് കരി കിട്ടും. അപ്പോൾ ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കുന്നത്. അതിൻ്റെ ഒരു പച്ച ചോയ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോണവരെ വറുത്തെടുത്തു. പിന്നെ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ചും കൂടി പിഴിഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ എത്രയാണോ നമുക്ക് മീൻകറിക്ക് വേണ്ടത് അതിനനുസരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറുന്നനെ നിൽക്കാൻ നമുക്ക് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മീൻകറി നന്നായിട്ട് കുറുന്നനെ കിട്ടും ചെയ്യുമല്ലോ. അങ്ങനെ അത് ഒക്കെ തിളക്കാൻ വെച്ചിട്ട് പിന്നെയാണ് ഞാൻ മീൻ കട്ട് ചെയ്യാൻ നിന്നത് കേട്ടോ. ഒന്നാമത് എന്താ വെച്ചാൽ അയലമീൻ കട്ട് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നമുക്കത് തിളച്ചൊന്ന് സെറ്റാകുമ്പോഴേക്കും ഇത് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ ഈ കഷ്ണമീൻ വലിയ വിലയുള്ള കഷ്ണമീൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതിനേക്കാണ് എനിക്കിഷ്ടം മത്തി അയല അങ്ങനത്തെയൊക്കെ മീനാണ് കേട്ടോ. മത്തിൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും അയലമീൻ വലിയ താല്പര്യമില്ല. കാരണം മൂപ്പർക്ക് അത് കഴിക്കുമ്പോൾ പുണ്ണിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് വരാറുണ്ട് കേട്ടോ. ചിലവർക്ക് ഈ അയലമീൻ കഴിക്കുമ്പോൾ പുണ്ണ് വരുമല്ലോ. അപ്പോൾ മൂപ്പർക്ക് അത് വലിയ അങ്ങനെ താല്പര്യമില്ല. എന്നാലും ഇടയ്ക്കൊക്കെ കഴിക്കും. പക്ഷേ ഈ കഴിക്കാൻ ഇഷ്ടമാണ്, കഴിച്ചാൽ പുണ്ണ് വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്നാലും ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു 2-3 മീനെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങൾ ആക്കിയിട്ട് മീൻ കറിക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മീൻ്റെ ഒരു ചോയ കിട്ടിയാൽ മതി, ആ വെള്ളത്തിനാണ് ഇവിടെ കൂടുതൽ ആവശ്യം. അപ്പം അത് നന്നായിട്ട് വന്ന് സെറ്റാകുന്ന തിളച്ചൊക്കെ റെഡി ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്ത് അത് അവിടെ റെഡി ആവുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ
മസാലപ്പൊടികളൊക്കെ ഇട്ട് മീനും പൊരിക്കാനുള്ളത് സെപ്പറേറ്റ് ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളകും ഇഞ്ചി ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തു കേട്ടോ. അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മസാല തേച്ച് വെക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പൊരിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്കാണ് വെക്കുകയാണ് കേട്ടോ. ഒരുപാടൊന്നും ഉണ്ടായിട്ടല്ല, ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി പൊരിച്ചിട്ട് ഇതുമൂന്ന് ബാക്കിയുള്ള 2-3 കഷ്ണം മീനേ ഉള്ളൂ. അത് ഞാൻ ഫ്രിഡ്ജിലേക്കാണ് വെക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ മീൻകറിയായി, ചോറ് വന്നു, പിന്നെ പപ്പടം പൊരിക്കുകയാണ്. ഉപ്പേരിക്ക് പാവയ്ക്ക കയ്പങ്ങയൊക്കെ ഉണ്ട്. പാവയ്ക്കും കയ്പങ്ങ ഒന്നാണല്ലോ അല്ലേ, ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഉണ്ടാക്കാൻ മടിയായി, ഇന്നൊരു മടിയുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ മീനൊക്കെ നമുക്ക് ഉണ്ടാക്കുമെങ്കിലും പച്ചക്കറി ഉണ്ടാക്കാൻ ഞാൻ കുറച്ചൊരു ബാക്കിക്കാണ് കേട്ടോ. അതിപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അധികം ആൾക്കും അറിയുന്നതായിരിക്കും. ഏതായാലും ഞാൻ പപ്പടം പൊരിക്കൽ കഴിഞ്ഞിട്ട് മീൻ പൊരിക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ മീൻ ഞാൻ 2 കഷ്ണം ഈ 2 മീനായിട്ട് എനിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതും വന്നിട്ട് വൈകുന്നേരം ഊക്കുള്ളത് പൊരിച്ചു കൊടുക്കാമെന്ന് കരുതി അങ്ങനെ 4 മീനിട്ട് പൊരിച്ച് വെക്കുന്നുണ്ട്. അത് മറിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും മൂപ്പര് പള്ളിക്കൊന്നൊക്കെ വന്നിട്ടുണ്ട്. ഫുഡ് എടുത്ത് വെച്ച് കൊടുക്കട്ടെ എന്ന് കരുതി. കാരണം തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സമയം കണ്ടല്ലോ, പെരുമ്പാച്ചിലാണ് മക്കളെ, പുടുത്ത് കിട്ടുന്നില്ല. നമ്മളൊന്ന് അവിടെ നന്നാക്കട്ടെ ഇവിടെ നന്നാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ടൈം അതിൻ്റെ വീക്ക് അങ്ങനെ പോകട്ടോ. ഞാനൊന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു ഫോണൊക്കെ നോക്കുമ്പോൾ സമയം എടുത്തും. പിന്നെ വേഗം മീൻ പൊരിച്ച് പിന്നെ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ. മുപ്പരപ്പോഴേക്കും പള്ളിക്കന്ന് വന്നാൽ ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ഇതാണ്. അല്ലാതെ വിശക്കണം എന്നൊന്നുമില്ല. പള്ളി നിസ്കാരം കഴിഞ്ഞ് എത്തിയാൽ അപ്പം ഫുഡ് കിട്ടണം. വെള്ളിയാഴ്ച ആണെങ്കിൽ പ്രത്യേകിച്ച് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറ് ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ചപ്പാത്തി ആയിരുന്നു ഉണ്ടാക്കലും. ഇടയ്ക്ക് ചോറ് കാണുമ്പോൾ മൂപ്പർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നീട് പറയാം 2-3 ദിവസം ചപ്പാത്തിയും പത്തിരിയൊക്കെ തിന്നിട്ട് പിന്നെ ഒരു ദിവസം പിന്നെ വെറും ചോറ് കാണുമ്പോൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് കൊണ്ടുപോയി വെച്ചത് തൈരാണ്. അപ്പോൾ ചോറും മീൻകറിയും തൈരും പപ്പടും മീൻ പൊരിച്ചതും പിന്നെ അച്ചാറും ഉണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ഊപ്പര് കഴിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് കഴിക്കണം. നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടണം അത് അത്യാവശ്യം നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സന്തോഷത്തോട് ഇതേപോലെ കഴിക്കണം കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. ഒന്നാമത് ചിക്കൻ കറിയിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടി മീൻ കറി ആകുമ്പോൾ തന്നെ പ്രത്യേകിച്ചൊരു സന്തോഷമാണ് കേട്ടോ. കാരണം അതിൻ്റെ ടേസ്റ്റ് വേറെ. നമുക്ക് ഈ ചിക്കൻ കറി തന്നെ കൂട്ടിയിട്ട് മീൻ കറി കൂട്ടുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുമല്ലോ. അങ്ങനെയൊക്കെ അതൊക്കെ കഴിച്ച് ഞാൻ 2 മുട്ടയും പൊരിച്ചിട്ടുണ്ടായിരുന്നു. ചോറ് കൂടുതലെടുത്തിൽ ഇച്ചിരി ചോറ് കൊടുത്തു. മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഞാനും കഴിക്കുന്നുണ്ട്. ഒരു അപ്പളും പിന്നെ ഇനി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കിടക്കൂട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഉച്ച വരെയുള്ള നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.